Hi friends, welcome to Pradap Jit. നമ്മുടെ ഇന്നത്തെ വീഡിയോ Realme X2 നെ കുറിച്ചാണ്. ആ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുക. ഈ ഒരു ഫോൺ കുറച്ച് നാളായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് കാത്തിരുന്ന ഒരു നല്ല ഫോൺ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫോണിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ലീക്ക് വന്നിരുന്നു. 18,000 20,000 ആ രണ്ട് റേഞ്ചുകളിലായിരിക്കും ഈ ഫോൺ ഇറങ്ങുക. അങ്ങനെ പറഞ്ഞപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ കമന്റ് ചെയ്തിരുന്ന ഒരു കാര്യം മാത്രമാണ് 16-17 റേഞ്ചിൽ ഒരു വേരിയന്റ് കൂടി ചെറിയൊരു വേരിയന്റ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ സ്വല്പം ഓവർ പ്രൈസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. എന്തായാലും ആ ഒരു കുറഞ്ഞ വേരിയന്റ് ഉണ്ട്. അപ്പോൾ ഇതിന് നല്ല ഫോൺ നല്ലൊരു പ്രൈസിലാണ് ഇറങ്ങിയിരിക്കുന്നത്. 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും നോക്കാം. X2 എന്ന് പറയുമ്പോൾ Realme X2യുടെ എക്സാക്ട് സെയിം ഡിസൈനാണ്. Notch design, Super AMOLED display, in-display fingerprint sensor, Type-C port, Gorilla Glass 5 ഫ്രണ്ടിലും ബാക്കിലും. ക്യാമറ അലൈൻമെന്റ് ഒക്കെ നോക്കിയാൽ എക്സാക്ട് സെയിം 64 മെഗാ പിക്സൽ സാംസങ്ങിന്റെ GW1 സെൻസറിന്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ്. ഫ്രണ്ടിൽ നമുക്ക് നോച്ചിനകത്താണ് സെൽഫി ക്യാമറ വരുന്നത്. അപ്പോൾ ഡിസൈൻ നോക്കിയാൽ എക്സാക്ട്ലി നമുക്ക് നമ്മുടെ Realme X2യുടെ അതേ ഡിസൈൻ. അപ്പോൾ ഡിസൈനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. കാണുന്ന പോലെ തന്നെ നല്ല സ്റ്റൈലിഷായ പ്രീമിയം ലുക്കുള്ള ഒരു നല്ല ഡിസൈൻ. പെർഫോമൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അപ്ഗ്രേഡ് ആണ്. Snapdragon 730G 2.2 GHz ക്ലോക്ക് സ്പീഡിൽ വർക്ക് ചെയ്യുന്ന നല്ല പവർഫുള്ളായ പ്രോസസ്സർ, അതിന് സപ്പോർട്ട് ചെയ്യുന്ന LPDDR4X റാമും, അതേപോലെ തന്നെ UFS 2.1 സ്റ്റോറേജും. റാം സ്റ്റോറേജ് വേരിയന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞത് 4GB റാം 64GB സ്റ്റോറേജ് ഉണ്ട്. തൊട്ടടുത്തത് 6GB റാം 128GB സ്റ്റോറേജ് ഉണ്ട്. 8GB റാം 128GB സ്റ്റോറേജ് ഉണ്ട്. ഈ 3 സ്റ്റോറേജ് വേരിയന്റുകളാണ് ഈ ഫോൺ വരുന്നത്. നല്ല ഫാസ്റ്റായ സ്റ്റോറേജ് സംവിധാനങ്ങളും കാര്യങ്ങളും ഉണ്ട്. പവർഫുള്ളായ പ്രോസസ്സർ, ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഏറ്റവും പവർഫുള്ളായ ഒരു പ്രോസസ്സർ. എക്സെപ്ഷൻ പോക്കോ F1 പോലുള്ള ഫോണിൽ എക്സെപ്ഷൻ ഉണ്ട്. അത് ഒഴിവാക്കി നോക്കിയാൽ ബാക്കിയുള്ള ഫോണുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പവർഫുള്ളായ ഒരു ഫോൺ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിനകത്ത് Android 9 ആണ് വരുന്നത്. അപ്പോൾ പല ഫോണുകളും Android 10 വെച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവരിപ്പോഴും Android 9 തന്നെയാണ് ഇതിവിടെ ലോഞ്ച് ചെയ്യുന്നത്. എന്തായാലും അപ്ഡേഷൻ്റെ കാര്യമൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. അപ്പോൾ എന്തായാലും നല്ല പവർഫുള്ളായ ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് വിത്ത് നല്ല റാമും സ്റ്റോറേജും, നല്ല ഫാസ്റ്റസ്റ്റ് ആയ റാമും സ്റ്റോറേജും ഒക്കെ. പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് UFS 2.1 അല്ലെങ്കിൽ LPDDR4X ഇതൊക്കെ എന്താണെന്ന്. നമ്മുടെ ഫോണുകൾ ഓരോ തവണയും അപ്ഗ്രേഡ് ആവുന്ന പോലെ ഇതിനകത്തെ റാമും സ്റ്റോറേജിൻ്റെ ഒക്കെ ഒരു പെർഫോമൻസും കാര്യങ്ങളും പുതിയ ഡെവലപ്മെൻറ്റ് വരാറുണ്ട്. അങ്ങനെ ഏറ്റവും പുതിയ മിഡ് റേഞ്ചിൽ ഏറ്റവും പവർഫുള്ളായ ഒരു റാമും സ്റ്റോറേജ് സംവിധാനമാണ് UFS 2.1 എന്ന് പറയുന്ന സ്റ്റോറേജും LPDDR4X എന്ന് പറയുന്ന റാമും. കൂടിയ വേരിയന്റുകൾ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് വേറെ ലെവൽ. അപ്പോൾ എന്തായാലും ഇതാണ് അതിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. നല്ല പവർഫുള്ളായ ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഒപ്പം തന്നെ ഈ പറഞ്ഞ 4GB റാം 64GB എന്ന് പറയുമ്പോൾ കുറഞ്ഞ പോയാലും ചോദിക്കാം. 64GB ഇത്തിരി കുറവാണ്, പക്ഷേ ഇവിടെ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടിൻ്റെ സൗകര്യമുണ്ട് എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് ആണ്, ഒരു ബോണസ് പ്ലസ് പോയിന്റ് ആണ്. അതുകൂടി ഒന്ന് കണക്കിലെടുത്ത് വെച്ചോളൂ. അപ്പോൾ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും ഇതിൻ്റെ പെർഫോമൻസിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട്. ഇനി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 64 മെഗാ പിക്സൽ സാംസങ് സെൻസർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ക്വാഡ് ക്യാമറ സെറ്റപ്പ് നമ്മൾ X2 കണ്ട പോലെ തന്നെ 8 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ, 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസർ, 2 മെഗാ പിക്സൽ മാക്രോ, അതുപോലെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ. അപ്പോൾ ഇത്രയുമാണ് ഇതിന്റെ ക്യാമറ സെറ്റപ്പ്. സെൽഫി ക്യാമറയിലടക്കം നൈറ്റ് മോഡും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഡിഫോൾട്ട് ആയിട്ട് തന്നെയുണ്ട്. മുമ്പൊക്കെ നമ്മൾ കണ്ടു, അതൊക്കെ അപ്ഡേറ്റഡ് X2 വന്നിട്ടുണ്ട്. ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് തന്നെ നൈറ്റ് മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെൽഫി വീഡിയോയിൽ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിൻ വീഡിയോയിൽ നമുക്ക് ബോക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ, ഫോട്ടോ അല്ല വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളും 4K 30 ഫ്രെയിം പെർ സെക്കൻഡ്, 960 ഫ്രെയിം പെർ സെക്കൻഡ് സൂപ്പർ സ്ലോ മോഷൻ, അങ്ങനെ ഒരു ഒട്ടനവധി ഫീച്ചറുകൾ, ഒരു മിഡ് റേഞ്ചിൽ കണ്ടുവരുന്ന എല്ലാ ഫീച്ചറുകളും ഈ ക്യാമറകളുടെ അകത്ത് വരുന്നുണ്ട്. ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് റിവ്യൂ ചെയ്യുമ്പോൾ, ഫോൺ എടുത്ത് റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ കൃത്യമായിട്ട് വീഡിയോകളിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും നല്ലൊരു പവർഫുള്ളായ ക്യാമറ സെറ്റപ്പ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 4000 mAh ബാറ്ററി ഉണ്ട്. 30 വാട്ട് സൂപ്പർ ബുക്ക് ചാർജിങ് ആണ്. ബുക്ക് ചാർജ് 4 ആണ്. അപ്പോൾ 30 വാട്ടാണ് ഫാസ്റ്റ് ചാർജിങ്. നമ്മൾ നേരത്തെയൊക്കെ കണ്ടുള്ളത് 20 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ്. ഇപ്പോൾ ഇവിടെ 30 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. കുറേ കൂടി ബെറ്റർ ആയ ഒരു ഫാസ്റ്റ് ചാർജിങ് 5 വോട്ട് 6 ആമ്പാണ് ഇതിൻ്റെ ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് സംവിധാനങ്ങളും ഈ ഫോണിൽ വരുന്നുണ്ട്. സോ ടോട്ടലി നല്ല പവർഫുള്ളായ ഡിസൈനും ഡിസ്പ്ലേയും ക്വാളിറ്റിയും ഇൻ ഡിസ്പ്ലേ ഫിംഗർ സെൻസറും പവർഫുള്ളായ ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ്, നല്ല ക്യാമറ സെറ്റപ്പ്, നല്ലൊരു ബാറ്ററിയും ഫാസ്റ്റ് ചാർജിങ്ങും, ഇതെല്ലാം കൂടി നമുക്ക് കിട്ടുന്നത് ഏറ്റവും കുറഞ്ഞ വേരിയന്റ് 4GB റാം 64GBക്ക് 16,999 ആണ്. 17,000 രൂപയ്ക്കാണ് 4GB റാം 64GB സ്റ്റോറേജ് സെയിൽ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ തൊട്ടടുത്ത വേരിയന്റ് 6GB റാം 128GB സ്റ്റോറേജ് 18,999 ആണ്. 8GB റാം 128GB സ്റ്റോറേജിന് 19,999 ആണ്. അപ്പോൾ കുറഞ്ഞ വേരിയന്റ് ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആ ഒരു സംഭവം നോക്കുമ്പോൾ റാമൊക്കെ 4GB ഉള്ളതെന്ന് തോന്നാം. ശരിയാണ്, റാം 4GB ഉള്ളൂ. അപ്പോൾ അതിന് പ്രൈസ് കുറവുണ്ടെന്നുള്ളത് ചിന്തിക്കുക. പറ്റില്ല, നിങ്ങൾക്ക് പോരാൻ തോന്നുമെങ്കിൽ നമ്മൾ 6GB എടുക്കാം. 6GB എടുക്കുമ്പോൾ 18,999 ആയിരിക്കും പ്രൈസ് വരിക.
പിന്നെ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഓഫർ കൂടി കിടക്കുന്നുണ്ട്. 1500 രൂപ ഡിസ്കൗണ്ട് ഇനീഷ്യൽ ഓഫർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഒരു സെയിലിൽ തന്നെ ഇത് വാങ്ങിക്കാൻ ശ്രമിച്ചാൽ 1500 രൂപ ഡിസ്കൗണ്ട് ICICI കാർഡിൽ മേൽ കിട്ടും. ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ഓഫർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്രൈസിൽ നല്ലൊരു ഫോൺ കിട്ടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇതിന്റെ സെയിൽ 20-ാം തീയതിയാണ്. ഈ ഡിസംബർ 20-ാം തീയതി 12 മണിക്കാണ് ഫ്ലിപ്കാർട്ടിലും realme.com ഒക്കെ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് വഴി ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.